തിരുവനന്തപുരത്ത് സർക്കാർ ഓഫീസിൽ മാധ്യമപ്രവർത്തകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മലയാള മനോരമ പ്രാദേശിക ലേഖകൻ ആനാട് ശശിയാണ് കവടിയാർ കനകനഗറിലെ റീസർവേ ഓഫീസിന് ഷെഡിൽ തൂങ്ങി മരിച്ചത്. മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച 1.5 കോടിയിലേറെ രൂപ തിരികെ ലഭിക്കാത്തതുള്ള മനോവിഷമമാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് സൂചന. MG പ്രതീഷ് തിരുവനന്തപുരത്ത് ചെയ്യുന്നു. പ്രതീഷ്, എന്താണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? സുഹൈൽ, ഇന്ന് രാവിലെയാണ് പ്രാദേശിക മാധ്യമപ്രവർത്തകനായ ആനാട് ശശിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തിരുവനന്തപുരം കവടിയാർ കനകനഗറിലുള്ള റീസർവേ ഓഫീസിലെ ചെറിയ ഷെഡിലാണ് തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കാണുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ലഭിക്കുന്ന പ്രാഥമിക വിവരം, നേരത്തെ ഈ മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘത്തിൽ ചില നിക്ഷേപങ്ങൾ ആനാട് ശശി നടത്തിയിരുന്നു. ഈ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്ന് ഈ ബാങ്ക് തകരുന്ന സാഹചര്യമുണ്ടായി. ഈ പണം ലഭ്യമാകാത്തതിനെ തുടർന്ന് കഴിഞ്ഞ കുറെ നാളുകളായി ശശി മനോവിഷമത്തിലായിരുന്നു എന്നതാണ് നാട്ടുകാരും സുഹൃത്തുക്കളും പറയുന്ന കാര്യം. ഈ കോൺഗ്രസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന സഹകരണ സംഘമായിരുന്നു ഈ മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ സംഘം. തുടർന്ന് ഈ പണത്തിനായി ഏറെ നാൾ പല പരിശ്രമങ്ങളും ആനാട് ശശി നടത്തിയിരുന്നു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷണം നടത്തുന്നത്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി കൈമാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തുമെന്നതാണ് നിലവിൽ മ്യൂസിയം പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, പ്രതീക്ഷയാണ് വിശദാംശങ്ങൾ നൽകിയത്.